നമസ്കാരം. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ഓവൻ വേണ്ടാത്ത പിസ്സ, ഓവൻ ഇല്ലാത്ത പിസ്സ, ബേക്ക് ചെയ്യാത്ത പിസ്സ അല്ലെങ്കിൽ പാൻ പിസ്സ എന്നൊക്കെ. പക്ഷെ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പിസ്സയാണെങ്കിൽ എപ്പോഴും അത് ബേക്ക് തന്നെ ചെയ്യണം. അതായത് പിസ്സ ഓവൻ എന്ന് പറയുന്നത് ഒത്തിരി ഹൈ ടെമ്പറേച്ചറിൽ ഉപയോഗിക്കുന്നത്, അതായത് ഏകദേശം 250 മുതൽ ഫയർവുഡ് ഓവൻ ആണെങ്കിൽ 450 വരെ ചൂടിൽ ആണ് നമ്മൾ ഓവൻ ഈ പിസ്സ ഉണ്ടാക്കുന്നത്. നമ്മൾ പാൻ പിസ്സയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ ചപ്പാത്തിയുടെ ഒരു ടെക്സ്ചർ ആയിരിക്കും അതിന്റെ ബ്രെഡിന്. പിന്നെ അതിന്റെ വെജിറ്റബിൾ ഒക്കെ സ്റ്റീമായി ചീസ് നല്ലപോലെ വിടുകയാണ്. അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ. പക്ഷെ നമ്മളത് കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ടോപ്പൊക്കെ ഏകദേശം പുഴുക്ക് പോലെ ഇരിക്കും. അതേ സമയത്ത് പലരുടെയും പ്രശ്നമാണ് നമുക്ക് ഓവൻ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഓവൻ ഇല്ലാതെ നമുക്ക് ആ ഒരു പിസ്സ ഷോപ്പിലെ പിസ്സയുടെ ആ റിസൾട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അതാണ് ഇന്ന് ഒലിവ് മസാലയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത്. എല്ലാവരും കാണുക. വളരെ പോപ്പുലാരിറ്റി നേടിക്കൊണ്ടിരിക്കുന്ന ഒരു പിസ്സയാണ് തിൻ ക്രസ്റ്റ് പിസ്സ. നമ്മളിന്നിവിടെ 3 ടൈപ്പ് പിസ്സ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ആദ്യം ഉണ്ടാക്കുന്നത് തിൻ ക്രസ്റ്റ് പിസ്സയാണ്. നമുക്ക് ഈ പിസ്സയ്ക്കുള്ള മാവൊന്ന് തയ്യാറാക്കാം. ഇവിടെ ഒരു 150 മില്ലി ചെറു ചൂടുവെള്ളം ഉണ്ട്. അതിനകത്തേക്ക് 1 ടീസ്പൂൺ ഷുഗറും 1/4 ടീസ്പൂൺ ഈസ്റ്റും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് 15 മിനിറ്റ് നമുക്കൊന്ന് ഈസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഒരു പാത്രത്തിൽ 2.5 കപ്പ് മൈദാപ്പൊടി, ഉപ്പ്, 2 ടേബിൾ സ്പൂൺ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ, ആക്ടിവേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈസ്റ്റിൻ്റെ സൊല്യൂഷൻ എല്ലാം കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്പൈൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. അങ്ങനെ കമ്പൈൻ ചെയ്ത് ഒരു 15 മിനിറ്റ് നമുക്കതൊന്ന് മൂടി വെക്കാം. ഇപ്പം നമ്മളിത് കംപ്ലീറ്റ് കുഴയ്ക്കുന്നില്ല, 15 മിനിറ്റിന് ശേഷമേ ഇത് കുഴയ്ക്കുന്നുള്ളൂ. അപ്പോൾ കുഴയ്ക്കാനും എളുപ്പമുണ്ടാവും. പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഈ മാവൊന്ന് കുഴച്ചെടുക്കാം. പിസ്സ മാവ് അധികം കുഴയ്ക്കേണ്ട കാര്യമില്ല. ഒരു 4 അല്ലെങ്കിൽ 5 മിനിറ്റ് മാക്സിമം കുഴച്ചാൽ മതി. ഇത് 2 പിസ്സയ്ക്കുള്ള മാവേ ഉള്ളൂ. ഇത് ലൂസാണെങ്കിൽ ഒരല്പം മൈദ കൂടി ചേർത്ത് നമുക്കൊന്ന് ടൈറ്റാക്കി എടുക്കാം. ഇതിപ്പോൾ ഒരല്പം ലൂസാണ്, ഞാൻ അല്പം മൈദ കൂടി ചേർക്കുന്നുണ്ട്. ഇത് കുഴച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ഈ ടവൽ കൊണ്ട് കവർ ചെയ്ത് റൂം ടെമ്പറേച്ചറിൽ മിനിമം 1 മണിക്കൂർ, അല്ലെങ്കിൽ ഈ മാവ് ഡബിൾ ആകുന്നത് വരെ, ഇതിൻ്റെ സൈസ് ഇരട്ടിക്കുന്നത് വരെ നമ്മളതൊന്ന് കവർ ചെയ്ത് വെക്കുകയാണ് റൂം ടെമ്പറേച്ചറിൽ. റൂമിൽ ചൂട് കുറവായിരുന്നുകൊണ്ട് ഏകദേശം 2 മണിക്കൂർ എടുത്തു ഇത് ഡബിളാകാൻ. ഇനി ഈ മാവ് നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഇത് ഉരുട്ടിയ ശേഷം വീണ്ടും അത് ടവൽ കൊണ്ട് കവർ ചെയ്ത് ഒരു 4 മണിക്കൂർ കൂടി നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെക്കുകയാണ്. ക്യാനിൽ വരുന്ന പ്ലം ടൊമാറ്റോസാണ് പിസ്സ സോസിന് വേണ്ടി ഇന്ന് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് സാധാരണ ടൊമാറ്റോ പ്യൂരി വേണമെങ്കിലും ഉപയോഗിക്കാം, പക്ഷേ ഈ പ്ലം ടൊമാറ്റോസിന് ഫ്ലേവർ കൂടുതലുണ്ട്. ഈ സോസ് ഞാൻ കുക്ക് ചെയ്യുന്നില്ല, കാരണം ഇത് പിസ്സയുടെ കൂടെ കുക്ക് ആയിക്കോളും. ഇതിൻ്റെ കൂടെ ഉപ്പും കുരുമുളക് പൊടി, അല്പം ഗ്രാനുലേറ്റഡ് ഒനിയൻസ് അല്ലെങ്കിൽ ഉള്ളിയുടെ പൊടി ചേർക്കാം, പിന്നെ ഇറ്റാലിയൻ സീസണിങ് എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പിസ്സ സോസായി. ഇനി കുറച്ചുകൂടി നല്ല പിസ്സ സോസ് വേണമെങ്കിൽ ഒലിവ് മസാലയുടെ തന്നെ ബേസിക് പാസ്ത റെസിപ്പിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന സോസ് പാസ്തയ്ക്കും പിസ്സയ്ക്കും കൂടി ഉപയോഗിക്കാം. ആ റെസിപ്പിയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 4 മണിക്കൂർ കഴിഞ്ഞ് മാവ് നന്നായിട്ട് പൊളിച്ചിട്ടുണ്ട്. ഈ മാവ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തിക്കായിട്ടുള്ള പിസ്സയാണ്. തിൻ ക്രസ്റ്റ് പിസ്സ ഉണ്ടാക്കാൻ എപ്പോഴും നല്ലത് ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ച് പിസ്സ ഉണ്ടാക്കുന്നതിന് മുമ്പ് 1 മണിക്കൂർ മുമ്പ് പുറത്തെടുത്ത് വെച്ച് മാവ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അതിന് ഫ്ലേവർ കൂടുതലുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഇന്നലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാവ് എടുത്തിട്ടാണ് തിൻ ക്രസ്റ്റ് പിസ്സ ഉണ്ടാക്കുന്നത്. ഇന്നുണ്ടാക്കിയ മാവ് കൊണ്ട് നമുക്ക് തിക്കായിട്ടുള്ള പിസ്സ ഉണ്ടാക്കാം. നമുക്കിനി തിൻ ക്രസ്റ്റ് പിസ്സയ്ക്കുള്ള മാവ് എടുത്ത് വളരെ കട്ടി കുറച്ചൊന്ന് സ്ട്രെച്ച് ചെയ്തെടുക്കാം. നമ്മൾ കൈകൊണ്ടാണ് സ്ട്രെച്ച് ചെയ്യുന്നത്, ചപ്പാത്തി ഉരുട്ടുന്നത് പോലെയല്ല. ഇതിപ്പോൾ ഏകദേശം ഒരു ചപ്പാത്തിക്കുള്ള കനത്തിലാണ് നമ്മൾ ഈ മാവ് പരത്തിയിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് പിസ്സ സോസും അതുപോലെ തന്നെ ലോ മോയ്സ്ചർ മോസറല്ല ചീസുമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഈ തിൻ പിസ്സയ്ക്ക് ഏറ്റവും നല്ലത് നമ്മൾ ഷ്രെഡഡ് ചീസിൻ്റെ കൂടെ തന്നെ ചീസ് ബ്ലോക്ക് കട്ട് ചെയ്ത് 5-6 സ്ലൈസസും അങ്ങായിട്ട് ഇടുന്നതും കൂടിയാണ്. രണ്ടും ലോ മോയ്സ്ചർ മോസറല്ല ചീസ് തന്നെയാണ്. തിൻ പിസ്സയ്ക്ക് നമ്മൾ സോസും ചീസും മാത്രമേ ഉപയോഗിക്കാറുള്ളൂ, വേറെ പ്രത്യേകിച്ച് ടോപ്പിങ്സ് ഒന്നുമില്ല.
അടുത്തത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഓവൻ ഇല്ലാതെ എങ്ങനെ ഓവനിൽ കുക്ക് ചെയ്ത റിസൾട്ട് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഈ കാണുന്ന ഒരു വലിയ ദോശക്കല്ലാണ്. ഇതിന് ഏകദേശം 5 കിലോ വെയിറ്റ് ഉണ്ട്. 10 മിനിറ്റായിട്ട് ഇത് തീയിലിങ്ങനെ ചുട്ട് പഴുത്തിരിക്കുകയാണ്. സ്റ്റൗവിൻ്റെ അടിയിൽ നിന്ന് നന്നായിട്ട് തീ കത്തുന്നുണ്ട്. ഇനി നമുക്കൊരു നോൺ സ്റ്റിക്ക് പാൻ നന്നായിട്ട് ചൂടാക്കാം. ഈ ചൂടാക്കിയ പാനിലേക്ക് നമ്മൾ പിസ്സ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിൻ്റെ അടി കരിഞ്ഞു പോകും. അങ്ങനെ കരിയാതിരിക്കാനായിട്ട് നമ്മൾ സ്വീകരിക്കുന്ന ഒരു മാർഗ്ഗമാണിത്. ഈ പേപ്പറിന് പറയുന്നത് പാർച്ച്മെൻറ്റ് പേപ്പർ എന്നാണ്. ഇത് നമ്മൾ ഈ പാനിലേക്ക് പ്ലേസ് ചെയ്യുന്നത് ഇങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട്. ഇതിനെ കുക്കി ഷീറ്റ് എന്നോ ബേക്കിംഗ് ഷീറ്റ് എന്നോ ഒക്കെ വിളിക്കാറുണ്ട്. ബേക്കറി സപ്ലൈസ് വിൽക്കുന്ന കടയിൽ കിട്ടും, അതല്ലെങ്കിൽ നമുക്ക് ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും. അതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. പരത്തി വെച്ചിരിക്കുന്ന മാവിൻ്റെ അടിയിൽ ഒരു അല്പം ഡ്രൈ മൈദ റവയോ ഉണ്ടെങ്കിലേ ഉള്ളൂ നമ്മൾ ഈ കട്ടിംഗ് ബോർഡ് ഷേക്ക് ചെയ്യുമ്പോൾ തെന്നി ഈ പിസ്സ ഈ പാനിലേക്ക് വീഴുകയുള്ളൂ. പിസ്സ പാനിലേക്ക് ഇട്ടാൽ ഉടനെ തന്നെ നമുക്ക് ഈ ചുട്ടു പഴുത്തിരിക്കുന്ന ദോശക്കല്ലെടുത്ത് ഈ പാനിനെ കവർ ചെയ്യാം. നല്ല വെയിറ്റുള്ള ദോശക്കല്ലാണെങ്കിൽ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ പോലും ഇതിൻ്റെ ചൂട് അങ്ങനെ തന്നെ നിൽക്കും. അങ്ങനെ നമ്മൾ ഈ പാനിനകത്ത് ഒരു ഡ്രൈ ഹീറ്റ് കൊണ്ട് ഒരു ഓവൻ്റെ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ ഈ പിസ്സ കുക്ക് ചെയ്യുന്നത്. ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് പിസ്സ എടുത്തൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് നമ്മൾ പിസ്സ ഷോപ്പുകളിൽ നിന്ന് കഴിക്കുന്ന അതേ പെർഫെക്ഷനോട് കൂടി കിട്ടുന്ന ഒരു തിൻ ക്രസ്റ്റ് പിസ്സയാണ്. കൂടാതെ ഇത് കട്ട് ചെയ്ത് കഴിച്ച് നോക്കിയാൽ അറിയാം, ഇതിൻ്റെ ചീസൊക്കെ വളരെ കൃത്യമായിട്ട് ഉരുകിയിട്ടുണ്ട്. വളരെ ക്രിസ്പി ആൻഡ് ക്രഞ്ചിയാണ്. ഇനി തട്ടിക്കൂട്ട് ഓവനിൽ നമുക്കൊരു റെഗുലർ പിസ്സ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ടോപ്പിങ്സ് ആണിത്. വെജിറ്റബിൾസ്, ഒനിയൻസ് ഉണ്ട്, പിന്നെ 2-3 കളറിലുള്ള ക്യാപ്സിക്കം, മഷ്റൂംസ് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. കാരണം അതിനകത്ത് ജലാംശം വറ്റിച്ച ശേഷമാണ് നമ്മൾ പിസ്സയിൽ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ആ ജലാംശം പിസ്സയിലേക്ക് വലിഞ്ഞ് ആ പിസ്സ കുതിരും, അത് സോഗിയാകുക എന്ന് പറയും. കൂടാതെ ഒലിവ്സും ഉണ്ട്. റെഗുലർ പിസ്സ നമ്മൾ ഇതേ മെത്തേഡിൽ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. പക്ഷേ കുക്കിംഗ് ടൈം അല്പം കൂട്ടുന്നുണ്ട്. ഒരു 7 മുതൽ 7.5 മിനിറ്റ് വരെ. ഇതിൻ്റെ പരത്തിരിക്കുന്ന മാവിൻ്റെ ക്രസ്റ്റ് 1/2 ഇഞ്ചും പിന്നെ അതിൻ്റെ സെൻറ്റർ ഏകദേശം 1/2 സെൻറ്റിമീറ്ററുമാണുള്ളത്. കൂടാതെ ഇന്ന് പുളിപ്പിച്ചെടുത്ത മാവാണ് നമ്മൾ ഇനി യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് കുക്ക് ചെയ്യാം. ഈ ഒലീവ്സ് ഇതുപോലെ ഈ ചീസിന് മുകളിൽ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ പിസ്സ കാണാൻ നല്ല അപ്പീലിംഗ് ആയിരിക്കും. ഏകദേശം 7.5 മിനിറ്റായി. ഇനി പിസ്സ നമുക്ക് പുറത്തെടുക്കാം. ഈ പിസ്സ അല്പം ഒന്ന് പൊള്ളിപ്പോയിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ നല്ലൊരു പിസ്സ തന്നെയാണ്. 1 മിനിറ്റ് കൂടി നേരത്തെ എടുക്കാമായിരുന്നു എന്ന് തോന്നുന്നു. അടുത്ത പിസ്സയിൽ നമുക്കത് കറക്റ്റ് ചെയ്യാം, അതായത് ചിക്കൻ പിസ്സയിൽ. ചിക്കൻ പിസ്സയ്ക്ക് വേണ്ടി വെജിറ്റബിളിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറച്ചിട്ടുണ്ട്. കുക്ക് ചെയ്ത ചെറിയ ചിക്കൻ പീസുകളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 6.5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ പിസ്സ നമുക്കിനി പുറത്തെടുക്കാം. അടിപൊളി, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഒലിവ് മസാലയിലൂടെ ഇന്ന് പരിചയപ്പെടുത്തിയ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ പിസ്സ ഉണ്ടാക്കുകയാണെങ്കിൽ പിസ്സ ഓവനിൽ ഉണ്ടാക്കിയെടുത്ത അതേ ഓൾമോസ്റ്റ് പെർഫെക്ഷനോടുകൂടി തന്നെ നമുക്ക് പിസ്സ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. കൂടാതെ ഒരു ലൈക്ക് തരാനും കമൻറ്റ് ഇടാനും മറക്കരുത്. അടുത്ത റെസിപ്പിയിലൂടെ വീണ്ടും കാണുന്നവരെ സ്റ്റേ സേഫ്.